ഈ ഏറ്റവും പുതിയ 2025 അപ്ഡേറ്റിൽ വന്ന RTR 3 പ്രധാന മാറ്റങ്ങൾ മറ്റൊന്നെന്താണെന്ന് ചോദിച്ചാൽ ഫ്രണ്ടിൽ അപ്സൈഡ് ഡൗൺ സൈഡ് ഷോക്ക് അബ്സോർബർ തന്നെയാണ്. നേരത്തെ 41mm സസ്പെൻഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ 43mm ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടിയുടെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. പക്ക എന്ന് പറഞ്ഞാൽ പക്ക. നമുക്ക് നല്ല കോൺഫിഡൻസും കാര്യങ്ങളും തരുന്നുണ്ട്. ഫ്രണ്ട് ഒന്നും നിലത്തൊന്നും പറഞ്ഞു പോകുന്ന പോലത്തെ ഫീലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു വണ്ടിയിൽ നെക്കൽ ഗാർഡ് എല്ലാ വേരിയന്റിലും ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. ഇത് അലുമിനിയം ആണ് കേട്ടോ. ഇത് ഒരു പ്ലാസ്റ്റിക് പീസാണ്. പക്ഷെ ഇത് പക്കയാണ് കേട്ടോ. നമ്മുടെ കൈക്ക് നല്ലൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളും തരുന്നത്. പിന്നെ ഇതിന്റെ ഇൻഡിക്കേറ്റർ, പുതിയ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. നമുക്കിവിടെ 4 ഇൻഡിക്കേറ്റർ തെളിച്ച് നിങ്ങളെ കാണിക്കാം. സ്വീക്വൻഷ്യൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്ററും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് കേട്ടോ. പ്രീമിയം കാറിലേക്ക് ഉള്ള പോലെ സൈഡിലേക്ക് ഓടുന്ന പോലെ ഇത് വണ്ടിനെ ലുക്കിനെ കുറച്ചുകൂടെ പ്രീമിയംനെസ് തരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കും കാര്യങ്ങളൊക്കെ നല്ല അഗ്രസീവായിട്ട് കുത്താനൊക്കെ ഇരിക്കുന്ന പോലെ. പിന്നെ ഈ പുതിയ കളർ സ്കീമും, ഈ കളറിന്റെ പേരാണ് ആർസണൽ ബ്ലാക്ക്. ഇത് ബേസ് മോഡൽ വരുന്ന കളറാണ്. ഈ കളറിൽ തന്നെ ക്വിക്ക് ഷിഫ്റ്റർ ഇല്ലാത്തതും ക്വിക്ക് ഷിഫ്റ്റർ ഉള്ള വേരിയന്റും, അങ്ങനെ 2 വേരിയന്റുകളാണ് അപ്പാച്ചെ RTR 310 2025 അവതരിപ്പിച്ചിരിക്കുന്നത്.